ആശാവർക്കർ സമരവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കൈരളി ചാനൽ നടന്ന ചർച്ചയിൽ CPM പ്രതിനിധിയായിട്ടുള്ള കെ അനിൽകുമാർ പറഞ്ഞ വാചകം വളരെ പ്രസക്തമാണ്, ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. കേരളത്തിൽ ചില പ്രത്യേക താല്പര്യത്തോടുകൂടി ചില ഇടങ്ങൾ കേന്ദ്രീകരിച്ച് സമരത്തിനിറങ്ങി പുറപ്പെടുന്ന ചില വിഷപ്പാമ്പുകളെ സംബന്ധിച്ചുള്ള കൃത്യമായ സൂചന ആ വാക്കുകളിലുണ്ട്. നമുക്ക് ആശാപ്രവർത്തകരുടെ കാര്യത്തിൽ സംയുക്ത സമരത്തിന് നമുക്ക് രാജ്ഭവൻ ബില്ലിലേക്ക് സമരത്തിന് വരാൻ ശശി തരൂർ പറഞ്ഞ പോലെ ഇവർ തയ്യാറാണ്. നമുക്ക് SUC പറയാം, SUC മാറി നിൽക്കേണ്ട. പക്ഷേ SUC വരത്തില്ല. കാരണം ഫോക്കസ് എന്താണ്? ചില ആളുകൾ ഇപ്പോൾ അവിടെ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ഈ അടിഞ്ഞുകൂടിയവരാരാണ്? എന്താണ് അവരുടെ ലക്ഷ്യം? വാളയാറിൽ നിന്ന് ഒരു വണ്ടി പിടിച്ച് തിരുവനന്തപുരത്ത് വന്നെന്ന് മാത്രമേ ഉള്ളൂ. വാളയാറിൽ തലമൊട്ടയടിപ്പിച്ചവരെല്ലാം കൂടെ വണ്ടി പിടിച്ച് തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ വാളയാറിൽ നിന്നും തിരുവനന്തപുരത്തെത്തിയ സംഘത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഉപജാപത്തിൻ്റെ ഇടമാക്കിയതിനെ മാറ്റാതിരിക്കാൻ അതിൽ പങ്കെടുക്കുന്നവരിൽ ആശാപ്രവർത്തകർ വിവേകത്തോടെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ നമുക്കൊരുമിക്കാം. ഈ പണം കിട്ടേണ്ടത് കേന്ദ്രത്തിൽ നിന്നാണ്. സംസ്ഥാന സർക്കാരിന് ഇതിനേക്കാൾ പണം തരാൻ താല്പര്യമുണ്ട്. സാധിക്കാത്ത വണ്ണം നമ്മുടെ പെടലിക്ക് പിടിക്കുന്നു. അതിനെതിരായ ദേശീയ പോരാട്ടത്തിലേക്ക് വരൂ. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. കറക്റ്റ് അല്ലേ? വാളയാറമ്മയെ കൊണ്ടുകിടന്ന ആരാണ്? ഇരയാക്കി